ജീവനക്കാരെയും പെൻഷൻകാരെയും വഞ്ചിച്ച സംസ്ഥാന ബജറ്റിനെതിരെ കെഎസ്എസ്പിഎ ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകണ്ഠപുരം സബ് ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. 2024 ജൂലൈ 1 പ്രാബല്യത്തിൽ വരേണ്ട പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കുകയും പെൻഷൻകാർക്ക് ലഭിക്കുവാനുള്ള കുടിശ്ശിക നിഷേധിക്കുകയും നികുതികൾ കൂട്ടുകയും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്ത ജനവിരുദ്ധ ബജറ്റാണ് ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചതെന്ന് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗം പി ചന്ദ്രാംഗതൻ മാസ്റ്റർ സംസാരിച്ചു. എങ്ങനെയാണ് സർക്കാരിന് സാമ്പത്തിക ഞെരുക്കം ഉണ്ടായത്? നികുതികൾ മുഴുവൻ പിരിച്ചെടുക്കാതിരിക്കുക, സ്വന്തക്കാരെയും പാർട്ടിക്കാരെയും ഉന്നത സ്ഥാനങ്ങളിൽ നിയമിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ മുൻ ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്ന KM അബ്രഹാം മുൻ ചീഫ് സെക്രട്ടറി ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് കിട്ടുന്ന പെൻഷൻ എന്ന് നിയമനം ലഭിച്ചതോടുകൂടി കിട്ടുന്ന ശമ്പളം എന്ന് മറ്റ് ആനുകൂല്യങ്ങളും എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയാണ്. ഒരു ചീഫ് സെക്രട്ടറിക്ക് പോലും 2 ലക്ഷം രൂപ മാത്രം ശമ്പളം ഉണ്ടാകുന്ന ഈ കാലഘട്ടത്തിലാണ് ദിവസക്കൂലിയിൽ നിയമിച്ച KM അബ്രഹാം എന്ന് പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥന് മുൻ ചീഫ് സെക്രട്ടറിക്ക് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് 4 ലക്ഷം രൂപ അനുവദിക്കുന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെ ധൂർത്തിനൊരു ഉദാഹരണം പറഞ്ഞ ഞാൻ ഒരുപാട് ധൂർത്ത് നടക്കുന്നു. എല്ലാ രംഗത്തും ധൂർത്ത് നടക്കുന്നു. പാവപ്പെട്ട ജീവനക്കാരുടെയും അതുപോലെ പെൻഷൻകാരുടെയും ആവലാതികൾ കേൾക്കാൻ, അവർക്ക് ന്യായമായി കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ കിട്ടാൻ ഈ സർക്കാർ എന്തേ മുന്നോട്ട് വരാത്തത്? പണമില്ല എന്ന് പറയുന്ന ധൂർത്തിന് ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞു 100 കോടി രൂപ വാഹനം വാങ്ങാൻ, കാറ് വാങ്ങാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. നമ്മളൊക്കെ വായിച്ചു കാണാം, 100 കോടി രൂപ മന്ത്രിമാർക്ക് സഞ്ചരിക്കാൻ പുതിയ കാറ് വാങ്ങുന്നതിന് വേണ്ടി നീക്കി വെച്ചിരിക്കുന്നു. പ്രസിഡന്റ് ജോസഫ് സക്കറിയാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി MB കുഞ്ഞിമൊയ്തീൻ, PT കുര്യാക്കോസ്, അപ്പു കണ്ണാവിൽ, ജോസ് അഗസ്റ്റിൻ, KC ജോൺ, ഡോക്ടർ VA അഗസ്റ്റിൻ, PJ സ്കറിയ, KV കുഞ്ഞിരാമൻ, PC മറിയാമ്മ, MM ലീല, ജോർജ് കുട്ടി, വിൽസൺ മാത്യു എന്നിവർ പ്രസംഗിച്ചു.